എല്ലാവർക്കും ഗണിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് മാക്സിമം ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മളിന്ന് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ്റെ സോൾവിങ് ആണെന്ന്. ഇതിനു മുമ്പ് നമ്മളൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട് സിംപ്ലിഫിക്കേഷൻ്റെ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 4ാമത്തെ ഒരു വീഡിയോ സിംപ്ലിഫിക്കേഷൻ്റെ ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ബേസിക് മാത്സിൻ്റെ വീഡിയോസും ഇതിനോടൊപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 9x + 3x - 90 = 0 എങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൊള്ളാവുന്നൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നെയാണത്. കാര്യം ഇവിടെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഞാൻ അതിൻ്റെ എളുപ്പമാർഗ്ഗം മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ സിംപ്ലിഫിക്കേഷൻ വലിയൊരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടതിന്. അപ്പോൾ നമ്മുടെ ചോദ്യം ഞാനിങ്ങോട്ട് എഴുതിയില്ല. 9x + 3x - 90 = 0. അപ്പോൾ അതിനകത്ത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സിന് വില കൊടുക്കണമല്ലോ. അപ്പോൾ ആ എക്സിൻ്റെ ഭാഗം മാത്രം ഞാനിവിടെ നിർത്തി. ഈ -90 എന്ന് പറയുന്ന ആളെ ഞാൻ അപ്പുറത്തേക്ക് കൊടുത്തു, +90. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇയാളാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ്റെ വിലകൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 90 കിട്ടുമോ നോക്കണം. അത് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു ഇത്തിരി എളുപ്പമാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം എക്സിൻ്റെ വിലയെ 3, ഒന്നാമത്തെ ഓപ്ഷൻ 3 ആണല്ലോ, ആ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ആ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളൊന്ന് കൊടുത്തേ. നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കൊടുക്കാം. നമ്മുടെ നിയമങ്ങൾ ഇവിടെയാണല്ലോ, നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരാൻ മതി. ഇതിവിടെ ഒന്ന് കൊടുത്തേ. ഈ 9x മാത്രം ഒന്ന് കൊടുത്തേ. എന്ന് വെച്ചാൽ 9/3 എന്ന് പറയും അല്ലേ. എക്സിൻ്റെ സ്ഥലത്ത് 3 കൊടുക്കണ്ടേ. 9/3 എന്ന് വെച്ചാൽ 9 × 9 അപ്പത്തിന് എത്രയാ? 9 × 9 × 9 എത്രയാ? 729 ആയി. നമ്മുടെ 90 അല്ലേ കിട്ടാവുള്ളൂ, അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പം തന്നെ നമുക്ക് പറയാം 9 എത്ര? x 3 കൊടുത്താൽ പറ്റുമോ? ഇല്ല. ഇനി x 3 കൊടുത്താൽ കിട്ടത്തില്ലെങ്കിൽ x 3 കൊടുത്തപ്പോൾ തന്നെ 729 ആയി. അപ്പോൾ x 6 കൊടുത്താൽ പറ്റുമോ? അപ്പോൾ അതും ഒരുപാട് വലുതാവും. x 4 കൊടുത്താലും പറ്റുമോ? ഒരു 9 × 9 × 9 × 9 അതും ഭയങ്കര വലിയ സംഖ്യയാണ്. പിന്നെ കൊടുക്കാൻ പറ്റുന്ന ആരാ? x 2 എന്ന് പറയുന്നതാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 കൊടുത്താലും കിട്ടത്തില്ല, 4 കൊടുത്താലും കിട്ടത്തില്ല, ഉറപ്പിച്ചു. 2 ഒന്ന് കൊടുത്ത് നോക്കിക്കേ. 2 ഒന്ന് കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്യാമല്ലോ. അവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് മാത്രം നമുക്ക് 2 എന്ന് കൊടുക്കാം. 9x 3x. അപ്പോൾ എക്സിന് പകരം 2 എന്ന് കൊടുത്തപ്പോൾ 9/2 + 3/2. എന്താണ് 9/2? 9/2 എന്ന് വെച്ചാൽ 9 × 9 81 + 3² എന്ന് വെച്ചാൽ 3 × 3 9. കണ്ടോ? അപ്പോൾ 81 + 9 എത്രയാണ്? 90 എന്ന് നമ്മുടെ ആൻസർ. അപ്പോൾ എക്സിന് ഏത് വില കൊടുത്തപ്പോഴാണ് അത് കിട്ടിയത്? എക്സിന് 2 എന്ന് പറഞ്ഞ വില കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ D2 എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. ഇനി ഇതല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ഇയാൾ ഈ 9x നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ 3x നമ്മൾ കോമൺ ഫാക്ടർ എടുക്കും. എന്നിട്ട് അവിടെ നമ്മൾ സോൾവ് ചെയ്തെടുക്കും. 3x ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് എക്സിൻ്റെ വില നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അത് കുറച്ച് വലിയ സ്റ്റെപ്പാണ്. PSC ക്ലാസ്സിലൊക്കെ നമുക്ക് അത്രയും വലുത് ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒറിജിനൽ വേണമെങ്കിൽ ചെയ്തിട്ട് തരാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഷോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒറിജിനൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ PSC ക്ലാസ്സിൽ ചെയ്യാൻ നല്ലത്. ഇതാണ് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. അത് തന്നെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ 3 എടുക്കുമ്പോൾ തന്നെ നമ്മുടെ 90-നേക്കാൾ ഒരുപാട് വലുതാണ്. അപ്പോൾ പിന്നെ 6 എടുക്കേണ്ട കാര്യമില്ല, 4 എടുക്കേണ്ട കാര്യം അപ്പോഴും വലുതായി പോകും. പിന്നെ 2, 3യേക്കാളും ചെറുതായിട്ടുള്ള 2 എടുത്ത് കൊടുത്താൽ മാത്രം എത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, 4/88 + 4/88 + 4/88 + 4/88 = 4k ആയാൽ kയുടെ വില ഏതാ? നമ്മളിപ്പോൾ ആദ്യം ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ് കാണിച്ചു തരും. അതിനുശേഷം ഇതൊരു ഷോർട്ട് മെത്തേഡുണ്ട്, ഒറ്റ വരിയിൽ എഴുതുന്ന പരിപാടിയുണ്ട്. അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ചോദ്യം ഞാൻ എഴുതുന്നു. 4/, നമുക്ക് തന്നിരിക്കുന്ന ഇത്രയുമാണല്ലോ നമ്മുടെ ചോദ്യം. ഈ k ഉൾപ്പെടെ വേണം ചോദ്യം. 4/88 4/88 4/88 4/88 4k. നമുക്കറിയാം ഇപ്പം 5 എന്നൊരു സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ 5 ഉണ്ടെങ്കിൽ ഏതൊരു സംഖ്യനെ വേണമെങ്കിലും × 1 എന്ന് കാണിക്കുന്നതിൽ തെറ്റില്ല.
അപ്പോൾ ഞാൻ ഈ 4/88 ഞാൻ 4/88 ഇൻറ്റു 1 കാണിക്കുക. അടുത്തതിനെ അങ്ങനെ തന്നെ കാണിക്കുന്നു, 4/88 ഇൻറ്റു 1. അടുത്ത ഇതിനെയും ഞാൻ കാണിക്കുന്നു 4/88 ഇൻറ്റു 1. ഈ ആളെ 4/88 ഇൻറ്റു 1 കാണിക്കുന്നു. അവസാനമുള്ള 4k ഞാൻ അവിടെ വെറുതെ കാണിച്ചേക്കുന്നു. അയാളൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് പൊതുവെ 1 പറയുന്ന ആൾ നമ്മൾ കോമൺ ഫാക്ടർ എടുക്കില്ല. അപ്പോൾ 1 കോമൺ ഫാക്ടർ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഈ 4/88 നമുക്ക് കോമൺ എടുക്കാം. അപ്പം 1 ടേം, 2 ടേം, 3 ടേം, 4 ടേം. 4 ടേമിലും 4/88 ഉണ്ട് കേട്ടോ. അപ്പോൾ 4/88 മാത്രമേ നമ്മൾ കോമൺ എടുക്കാവൂ. എല്ലാത്തിനും നിങ്ങൾ പൊതുവായിട്ട് ഞാൻ എടുത്തു, ഒരെണ്ണം എടുത്താൽ മതി. മനസ്സിലായല്ലോ? പിന്നെ ആലോചിക്കണം, എല്ലാത്തിനും 4/88 വെട്ടിക്കളയണം. നമുക്ക് എല്ലാത്തിൻ്റെ അതും 4/88 നമുക്ക് കളഞ്ഞിട്ട് മിച്ചമുള്ള ആളെ നമുക്ക് കാണിക്കാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നോക്കി, ഇവിടെ 4/88 വെട്ടിക്കളഞ്ഞു, മിച്ചം ഇവിടെ 1 ഉണ്ട് കണ്ടോ. ആ 1 ആണ് കാണിച്ചത്. ഇവിടുത്തെ 4/88 പോയി, ആ പ്ലസ് അവിടെ ഉണ്ട്, മിച്ചം ഒരു 1 വന്നു, ഈ 1 ഇവിടെ വന്നു കണ്ടോ. പ്ലസ് ഈ 4/88 പോയാൽ മിച്ചം ഇവിടെ ഒരു 1 ഉണ്ട്. ഇതുപോലെ പ്ലസ് ഇട്ടിട്ട് ഈ 4/88 പോയാൽ മിച്ചം ഒരു 1 ഉണ്ട് ഉണ്ടോ. അപ്പോൾ ആ 4/88 എല്ലാം പുറത്തെടുക്കുമ്പോൾ മിച്ചം 1 + 1 + 1 + 1 + 1 എന്ന് വരും. ഈക്വൽ ടു അപ്പുറത്തുള്ള 4k അങ്ങനെ തന്നെ. ഇനി 4/88 അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് കൂട്ടിക്കുക, 1 2 3 4 എന്ന്. അപ്പോൾ ഇൻറ്റു 4. വെറുതെ 4 കാണിച്ചാൽ 4ൻ്റെ പവർ എത്രയാണ്? 1 എന്നാണ്. കാര്യം നമുക്ക് ആ പവർ ആവശ്യമുള്ളതുകൊണ്ടാണ് കാണിച്ചത്. ഈക്വൽ ടു അപ്പുറത്തുള്ള 4k. ഇവ നോക്കിയേ, ഇത് a⁻m × a⁻n എന്ന മോഡലായില്ലേ. എന്താണ് a⁻m × a⁻n? a⁻m+n. അപ്പം 4 ആ 88 ഒന്നും കൂടെ കൂട്ടുമ്പോൾ 89 എന്ന് വരും. അതാണ് 4k. 2 സ്ഥലത്ത് 4 എന്നാണ് 4 ഇവിടെ 4 ഇവിടെ 4. അപ്പോൾ എന്ത് വരും? ആ 4 4 അങ്ങ് വെട്ടിക്കളയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ 4 4 അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി ഉണ്ടോ. ഇവിടെ 4 ഉണ്ട്, ആ 4 വെട്ടിക്കളയുക, 4 വെട്ടിക്കളയുക. അപ്പോൾ കെയുടെ വില എത്ര? 89 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ എ ഓപ്ഷനാണ് 89 കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എളുപ്പമാർഗ്ഗം ഒന്ന് പറയണം. നമ്മുടെ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 4/88 + 4/88 + 4/88 + 4/88. ഇവിടെ 2-3 കാര്യം ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ 1 വേർഡ് കിട്ടും. അതിൽ ഒന്നാമത്, ഈ പവർ എല്ലാം ഒരുപോലെ ആയിരിക്കണം. മറന്നുപോലെ, എന്നാൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാവൂ. ഈ പവർ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 4 അല്ലേ, അപ്പോൾ 4 തവണ വേണം. 1 2 3 4. ഇപ്പോൾ 3 ആണെങ്കിൽ 3 തവണ ഉണ്ടായിരിക്കണം. 5 ആണെങ്കിൽ 5 തവണ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ 8 ആണെങ്കിൽ 8 തവണ ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ എൻ്റെ ലോ എന്ന് മനസ്സിലാക്കിക്കുക. എങ്ങനെയാണ്? ഇവിടെ പവർ എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, പവർ എല്ലാം ഒരുപോലെ, ഈ പവർ എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഇതാണ് ആദ്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് 4 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. ബേസ് എലമെൻറ്റ് 4 ആണെങ്കിൽ ഇവിടെ 4 തവണ ഉണ്ടാവും. 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ ടേം ഉണ്ടായിരിക്കണം. ഒരേ ടേം തന്നെ 4 തവണ. ഇപ്പോൾ ബേസ് 3 എന്നാണെങ്കിൽ 3 തവണ കാണിച്ചാൽ മതി. ഇപ്പോൾ 5 ആണെങ്കിൽ, ബേസ് 5 ആണെങ്കിൽ 5 തവണ ആ ചോദ്യം ഉണ്ടായിരിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ. അത് മറന്നുപോകില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമാർഗ്ഗം എങ്ങനെയാണ്? ഈ ആളെ ഇങ്ങോട്ട് എഴുതുക, 4/88. ഒരു 1 കൂട്ടുക, വേറൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇത്രയും കണ്ടീഷൻസ് കറക്റ്റ് ആണെങ്കിലേ ചെയ്യാവൂ കേട്ടോ. 4/89. മനസ്സിലായോ? എക്സാമ്പിൾ കൂടെ നോക്കാം. 3/15 + 3/15 + 3/15. 2 കാര്യം ചെക്ക് ചെയ്യണം. പവർ എല്ലാം ഒരുപോലെയാണോ? പവർ എല്ലാം ഒരുപോലെയാണ്. പിന്നെ 3 ആണ് ബേസ് എലമെൻറ്റ്. അപ്പോൾ എത്ര പ്രാവശ്യം വന്നു? 1 2 3 തവണ. 3 ആയപ്പോൾ 3 തവണ വന്നു. 4 ആയപ്പോൾ 1 2 3 4 തവണ വന്നു. അപ്പം നമുക്ക് നിയമം ഉപയോഗിക്കാം. നമ്മളെ നിയമം ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാൽ? എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ 3 എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ മതി. അപ്പോൾ 3/15 1 16 എന്ന് വരും. അപ്പോൾ 3/16 ആൻസർ കിട്ടിയോ? ഒന്നുകൂടെ 15+ എഴുതേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കി. 5/24 + 5/24 5/24 5/24 5/24. ശരിയാണോ നോക്കി? ചോദ്യം കറക്റ്റ് ആണോ നോക്ക്. പവർ എല്ലാം 24 തന്നെ ഉണ്ടോ? പവർ എല്ലാം 24 ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ചെക്ക്. രണ്ടാമത്തെ കാര്യം എന്താണ്? 5 ആകുമ്പോൾ 5 തവണ വന്നിട്ടുണ്ടോ നോക്കി. 1 തവണ, 2 തവണ, 3 4 5.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇയാൾ വൺ വേർഡ് എങ്ങനെ പറയാം? ആ പവർ ഒന്ന് കൂട്ടിയാൽ പോരെ? അപ്പോൾ 5 റേസ് ടു 25 വരത്തില്ലേ? 5 റേസ് ടു ആ പവർ 24 ഒരു പ്ലസ് ഒന്നുകൂടെ കൊടുത്തേക്കണം. അപ്പോൾ 5 റേസ് ടു 25 നമ്മുടെ ആൻസർ. ഇതെന്ന് പറഞ്ഞാൽ 2 റേസ് ടു 50 പ്ലസ് 2 റേസ് ടു 50 എങ്ങനെയാണ്? പവർ 2 50. ഇനി 2 തവണ വരണ്ടേ? 2 തവണ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? 2 തവണ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം ആൻസർ എങ്ങനെ പറയാം? 2 റേസ് ടു 50 ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ മതി അല്ലേ? 51. അപ്പോൾ 2 റേസ് ടു 51. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ഡിഗ്രിയിലെ എക്സാമിന് ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ കൂടെ വീണ്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അത് ഒരു ക്വസ്റ്റ്യനാണ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൊന്ന് പറഞ്ഞേക്കാതെ 4 തവണ വന്നിട്ടുണ്ട് കേട്ടോ. 2 ബേസ് 11, പക്ഷേ 4 തവണ വന്നിട്ടുണ്ട്. 2 റേസ് ടു 11 11 11 പവറെല്ലാം ഒരുപോലെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് 2 തവണ വന്നാൽ മതിയായിരുന്നു, പക്ഷെ 4 തവണ വന്നു. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് ഉപയോഗിച്ചു. എങ്ങനെയാണ്? ഇത് രണ്ടും മാത്രമേ ഉള്ളെന്ന് വിചാരിക്കും. ഇത് രണ്ടും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചേനെ? അതാണ് അവിടെ വേണ്ടത്. അത് രണ്ടും മാത്രമാണെന്ന് ഇങ്ങനെ ഉപയോഗിച്ചേനെ. അപ്പം നമ്മുടെ നിയമം കറക്റ്റ് അല്ലേ? 2 തവണ വന്നു ഇല്ലേ? 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ മാത്രം ഒന്ന് കൂട്ടിക്കേ. അവ തമ്മിൽ മാത്രം ഒന്ന് കൂട്ടിയാൽ എത്ര വരും? 2 റേസ് ടു ആ പവർ ഒന്നുകൂടെ കൂട്ടിയാൽ മാത്രം മതി, 12. അതുപോലെ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കേ. അത് രണ്ടും കൂടെ മാത്രം ഒന്ന് കൂട്ടിക്കുക. അത് കൂട്ടുമ്പോഴും 2 റേസ് ടു 12. മനസ്സിലായോ? ഇനി നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നിയമമായില്ലേ? ഇപ്പോൾ ഇങ്ങനെ 4 തരുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് എലമെൻറ്റ് വെച്ചിട്ട് അത്ര എടുക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ 2 ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? 2 ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 2 റേസ് ടു 12 പ്ലസ് 2 റേസ് ടു 12 എത്രയാണ്? നമ്മൾ പറഞ്ഞ ബേസ് എലമെൻറ്റ് പവർ ഒന്ന് തന്നെയാണ്. 2 തവണ വന്നിട്ടുണ്ട്. അപ്പം 2 റേസ് ടു രണ്ടും കൂടെ കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും? 2 റേസ് ടു പവർ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 13 എന്ന് കിട്ടാം. ഓക്കെ. ഇപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വൺ വേർഡ് ഉപയോഗിക്കാൻ പഠിക്കുക. വൺ വേർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ നിയമങ്ങൾ അറിയാതെ വൺ വേർഡ് ഉപയോഗിക്കരുത്. ഓക്കെ. ചോദ്യം വായിക്കുക. റൂട്ട് ഓഫ് 1 + 3 + 5 + 7 + എക്സെട്ര + 101 വില എത്രയായിരിക്കും? ഒരു പ്രീവിയസ് LDC ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ആൻസർ ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്കൊരാൾ ഇട്ടിട്ട് എന്ന് ചോദിച്ചു, സാറേ ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻസർ ഇല്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആൻസർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അവർക്കും ചെയ്തിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പറയാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, വലിയ കുഴപ്പമില്ല. നമുക്കൊന്ന് പറയാം. അപ്പോൾ 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആദ്യം. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഒറ്റ സംഖ്യ ഞാൻ എഴുതിയിരിക്കേണ്ട 1 3 5 ഓഡ് നമ്പർ 1 3 5 7 9 എക്സെട്ര ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ എനിക്കിത് അറിയേണ്ടത് നിങ്ങളത് ചോദിക്കണം. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു 5 എന്നുള്ളത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? നിങ്ങൾക്കറിയാം 1 2 മൂന്നാമത്തെ ഒറ്റ സംഖ്യ. അതെങ്ങനെ മനസ്സിലാകുന്നത്? 5ൻ്റെ കൂടെ ഒരു 1 കൂട്ടുക. എത്ര കിട്ടി? 6. അതിൻ്റെ പകുതി എടുക്കുക 3. അപ്പോൾ ഏത് ഒറ്റ സംഖ്യയാണ്? ഒരു ഒറ്റ സംഖ്യ തന്നിട്ട് ചോദിക്കുന്നു അത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് ചോദിച്ചാൽ ഒരു 1 കൂട്ടി പകുതി എടുക്കണം. ഈ 9 എന്നുള്ള എത്രാമത്തെ ഒറ്റ സംഖ്യ എന്നെങ്ങനെ പറയും? 9-നോട് 1 കൂട്ടുക 10 10/2 അഞ്ചാമത്താണ്. കണ്ടോ? അതെ 1 2 3 4 അഞ്ചാമത്തെയാണ്. എങ്കിൽ 73 എന്നുള്ളത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 73 എന്നുള്ളത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 73-നോട് 1 കൂട്ടുക 74. നേർ പകുതി എടുക്കുക 37. അപ്പോൾ 73 എന്നുള്ളത് ഇങ്ങനെ 1 2 3 4 എന്ന് എണ്ണിക്കുന്നാൽ 37ാമത്തെ ഒറ്റ സംഖ്യയാണ്. 123 ഏതാ? 123 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 123-നോട് 1 കൂട്ടുമ്പോൾ 124. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 62. അപ്പം 123 എന്നുള്ളത് 62ാമത്തെ ഒറ്റ സംഖ്യയാണ്. 1 2 3 4 എന്ന് പറഞ്ഞ് എണ്ണി നോക്കിയാൽ 62ാമത് വരുന്ന സ്ഥാനത്ത് വരുന്ന ഒറ്റ സംഖ്യയാണ് അത്. 221 എങ്ങനെ പറയും? 1 കൂട്ടുമ്പോൾ 222. നേർ പകുതി എടുക്കുമ്പോൾ 111ാമത്തെ അല്ലേ? അപ്പോൾ 221 എന്നുള്ളത് 111ാമത്തെ ഒറ്റ സംഖ്യ. അപ്പം ഒരു ഒറ്റ സംഖ്യ തന്നിട്ട് ചോദിക്കുന്നു അത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇനി ഒരു ചെറിയ 2-3 കാര്യം കൂടെ. ഈ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക അറിയാമോ? ഇപ്പം ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് n². മനസ്സിലായോ? അപ്പം ആദ്യത്തെ 100 ഒറ്റ സംഖ്യയുടെ തുക 100². ആദ്യത്തെ 25 ഒറ്റ സംഖ്യയുടെ തുക 25². ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടെ വേറെ പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ടതല്ല, വേറൊന്നും ഒരു ബേസിക് സിംപ്ലിഫിക്കേഷനാണ്. ഈ റൂട്ട് ഓഫ് n² എന്ന് വെച്ചാൽ ഒരു സംഖ്യയ്ക്ക് തന്നെ റൂട്ടും സ്ക്വയറും വന്നിരിക്കുന്നുണ്ടോ? n എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് ഒരു റൂട്ടും വന്നിട്ടുണ്ട്, ഒരു സ്ക്വയറും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ വന്നാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഒരാളിൽ തന്നെ ഈ റൂട്ടും സ്ക്വയറും വന്നാൽ എപ്പോഴും ഓർക്കുക ആ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോവും. മിച്ചമുള്ള n മാത്രമായിരിക്കും നമ്മുടെ ആൻസർ.
റൂട്ട് ഓഫ് എൻ സ്ക്വയർ. ഒരു സംഖ്യയ്ക്ക് കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും വന്നാൽ പിന്നെ ഓർക്കണം അതിനകത്ത് വേറെ പ്ലസ് മൈനസ് ഒന്നും വരാൻ പാടില്ല. ഒരു ഹോൾ സ്ക്വയർ ആയാലും കുഴപ്പമില്ല. അത് വേറെ വല്ല ടൈമൊന്നും വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിനെ n എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എങ്കിൽ നമ്മുടെ ക്വസ്റ്റിനോട് ഒന്നുകൂടെ വരാം. 1 + 3 + 5 + 7 ഞാനപ്പോൾ തന്നിരിക്കുന്ന ഇതങ്ങോട്ട് എഴുതിയിടുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണല്ലോ, ഞാൻ അങ്ങോട്ട് എഴുതിയിടുകയാണ്. 1 + 3 + 5 + 7 + എക്സെട്ര + 101. ഇപ്പം ഞാനിപ്പോൾ റൂട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പറയാമല്ലോ 101 എന്നുള്ളത് അല്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുക നമ്മൾ പറഞ്ഞു 101 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് ഇപ്പോൾ പഠിച്ചില്ലേ? 101 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 102. 102ൻ്റെ പകുതി 51. അപ്പം 101 എന്നുള്ളത് ഇവിടെ ഇപ്പോൾ 1 മുതൽ 101 വരെ എടുത്താൽ എത്ര ഒറ്റ സംഖ്യയുണ്ട്? 51 ഒറ്റ സംഖ്യയുണ്ട്. മനസ്സിലായേ? ഇപ്പം നമ്മളൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നു. ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ്? n². എങ്കിൽ ആദ്യത്തെ 51 എന്നിന് പകരം എത്ര വന്നിരിക്കുന്നു? ഇവിടെ 51 ഒറ്റ സംഖ്യ. അപ്പോൾ ആദ്യത്തെ 51 ഒറ്റ സംഖ്യയുടെ തുക എങ്ങനെ പറയും? 51² എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ 1 മുതൽ 101 വരെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് എത്ര? 51². ഇനി നമ്മുടെ ചോദ്യം പറയും. എങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? 1 + 3 + 5 + 7 + എക്സെട്ര 101 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 51² എന്ന് കിട്ടി. പക്ഷേ ഇതിനകത്ത് റൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസറിന് നമ്മൾ റൂട്ട് കൊടുത്തേക്കണം. നമ്മളിപ്പോൾ പഠിച്ചു, ഇവിടെ കണ്ടോ റൂട്ടും സ്ക്വയറും കൂടെ വന്നൂല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? രണ്ടും വെട്ടിപ്പോൾ ആൻസർ 51 എന്ന് വരണം. പക്ഷേ നമ്മുടെ ഓപ്ഷനകത്ത് എങ്ങും ഇല്ല. അപ്പോൾ 51 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 0.36 × 6.25 all divided by 0.5 × 0.5 × 0.06. അത് നമുക്ക് നമ്മുടെ ഈ ചോദ്യം ഒന്ന് എഴുതിയിട്ട് എത്രയും മാത്രം നമുക്ക് ചോദ്യം ഒന്ന് എഴുതിയിടാം. ഇത് ദശാംശ സംഖ്യകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദശാംശ സംഖ്യകളുടെ ദശാംശം കളയുന്നത് എങ്ങനെയാണ്? ഈ ഫ്രാക്ഷൻ ഫോമിലാണെങ്കിൽ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ അംശവും ഛേദവും ഉള്ള ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായിട്ട് അംശവും ഛേദവും ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ മുകളിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടെന്ന് നോക്കുക, താഴെ എത്ര ദശാംശ സ്ഥാനമുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും കുറവ്, ഇപ്പം മുകളിൽ 3 ദശാംശ സ്ഥാനവും താഴെ 4 ദശാംശ സ്ഥാനം ഉണ്ടെന്ന് വിചാരിക്കും. മുകളിൽ 3 ദശാംശ സ്ഥാനമുണ്ട്, താഴെ 4 ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ആ കുറവ് എവിടെയാണോ അവിടെ നമ്മൾ താഴെയുള്ളത്ര ആക്കാൻ വേണ്ടി ഒരു 0 കൂടി ഇട്ട് കൊടുത്തേക്കണം. അവസാനം ദശാംശം കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ 0 കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദശാംശം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇവിടെ ഈ അവസാനം ഇങ്ങനെ 0 കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ദശാംശം കളയുക. അല്ലാണ്ട് 100 കൊണ്ടും 10 കൊണ്ടും ഗുണിക്കൽ. എവിടെയാണോ ദശാംശം കുറവുള്ളത് അവിടെ അവസാനം ആ സംഖ്യ തീരുന്ന സ്ഥലത്ത് അവസാനം കൊണ്ടുവന്ന് 0 ഇട്ട് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് നമുക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട. കാരണം നിങ്ങളൊന്ന് ദശാംശം കൗണ്ട് ചെയ്ത് മുകളിൽ എത്ര ദശാംശം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. മുകളിൽ എത്ര ദശാംശം ഉണ്ട്? ഇതേ 1, 2, 3, 4 സ്ഥാനം മുകളിലുണ്ട്. താഴെയോ ഇവിടെ ഒരു സ്ഥാനം 1, 2, 3, 4. അപ്പോൾ മുകളിലും താഴെയും ഒരേ ദശാംശ സ്ഥാനങ്ങളാണെന്ന് മനസ്സിലായേ? അങ്ങനെ മുകളിലും താഴെയും ഒരേ ദശാംശ സ്ഥാനമാണെങ്കിൽ പിന്നെ നമുക്ക് ദശാംശത്തിന് വിലയില്ല. ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ 0 ഇട്ട് കൊടുത്ത് തുല്യമാക്കണം. അങ്ങനെ തുല്യമായെന്ന് കണ്ടാൽ പിന്നെ ദശാംശം ഇല്ലാതെ എഴുതിയാൽ മതി. പിന്നെ ദശാംശം ഇല്ലാതെ വെറുതെ ഇരിക്കൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 0.36 എന്ന ദശാംശം മാറ്റുമ്പോൾ എത്രയായി? 36 എന്നായി. അതുപോലെ 6.25 എന്നുള്ളതിന് എങ്ങനെയായി? 6.25 ദശാംശം മാറ്റും 625 എന്നാവും. താഴെ 0.5 എന്നാണ് ദശാംശം മാറ്റുമ്പോൾ 5 എന്നായിട്ട് മാറും. അപ്പോൾ ഇതും 0.5 ആണ്, അത് എത്രയായിട്ട് മാറും? 5 ആയിട്ട് മാറും. ഇത് 0.06 ആണ്, അത് 6 ആയിട്ട് മാറും. അപ്പോൾ മുകളിലും താഴെയും ഈക്വൽ പ്ലേസസ് ഓഫ് ഡെസിമൽസ് ആയിരിക്കണം. പിന്നെ ഡെസിമൽ ആവശ്യമില്ല. ഇനി വെട്ടിക്കളഞ്ഞു. ഈ 6 36 കൂടെ വെട്ടാലോ? വെട്ടിക്ക്. 6ൽ 6 ഒരു തവണ, 34 എത്ര ഉണ്ട്? 6. 36ൽ 6 തവണ. 6 6 are 36. 6 6 36. ഇനി നമുക്ക് ഈ 625 നമുക്ക് 2 തവണ വേണമെങ്കിൽ വെട്ടാം. 5 5 കൊണ്ട്, ഈ 5 കൊണ്ടും ഈ 5 കൊണ്ടും വെട്ടാം. പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്കൊരു ഒറ്റടിക്ക് വെട്ടാം. അങ്ങനെയൊക്കെ ഒന്ന് വെട്ടി പഠിക്കും. ഈ 5 5 കൂടെ ഗുണിച്ച് എത്ര കിട്ടും? 25 ആണ്. ഇനി ആ 25 625 കൂടെ വെട്ടിക്കുക. കാര്യം എന്താ? 25 × 25 ആണ് 625. അപ്പോൾ 25 625 കൂടെ വെട്ടുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടും? 25 × 25 ആണ്. അതിൽ ഒരെണ്ണേ വെട്ടിപ്പോത്തുള്ളൂ. അപ്പം മിച്ചം 25 ഉണ്ട്. മനസ്സിലായോ? 25 25 ആണ് 625. അപ്പം അങ്ങനെയൊക്കെ വെട്ടി പഠിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇനി എന്താണ്? ഈ 6ഉം 25 കൂടെ ഗുണിച്ചാൽ മാത്രം മതി.
6×25 എത്രയാണ്? 150 എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ സി ഓപ്ഷനാണ് ആ കിടക്കുന്നത്, 150. ഓക്കെ. അടുത്ത ചോദ്യം, 1/4 വർഗം എത്രയാണ്? വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാനിവിടെ എഴുതാൻ വേണ്ടി പോകും. 1/4 വർഗം എന്ന് വെച്ചാൽ 1/4 വർഗം എന്ന് വെച്ചാൽ അതിന് ഒരു ബ്രാക്കറ്റ് കാണിച്ചിട്ട് സ്ക്വയർ കാണിക്കണം. മിക്സഡ് ഫ്രാക്ഷൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അയാൾക്ക് പ്രത്യേകിച്ച് നിയമങ്ങളില്ല, എല്ലാ നിയമങ്ങളും ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനിലേക്ക് ഇയാളെ മാറ്റണം. എങ്ങനെയാണ് മിശ്ര ഭിന്നത്തിനെ ഭിന്നമാക്കി മാറ്റുക? മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഈ 4ഉം 1ഉം കൂടെ ഗുണിക്കുക. 4 × 1. അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടിയേ. അതിൻ്റെ കൂടെ ആ ന്യൂമറേറ്റർ എന്താണോ അത് പ്ലസ് ചെയ്യുക. അപ്പോൾ 4 1 5 മുകളിൽ വന്നു. മനസ്സിലായല്ലോ? അത് ഇൻറ്റു ചെയ്തിരിക്കുന്നതിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നെങ്കിലും ഈ 4ഉം 1ഉം കൂടെ ഇൻറ്റു ചെയ്യുക. അതിൻ്റെ കൂടെ ഈ മുകളിലുള്ള ആളെ കൂട്ടുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മാറ്റമില്ല, ആ 4 തന്നെ. സ്ക്വയർ കാണിച്ചേക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ഫ്രാക്ഷൻ്റെ സ്ക്വയർ എടുക്കുന്നത് അറിയാമല്ലോ. വേറെ ഒന്നുമില്ല, ന്യൂമറേറ്റർ രണ്ടിൻ്റെയും പ്രത്യേകം എടുക്കണം. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 4ൻ്റെ സ്ക്വയർ എത്ര? 16. നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട് ഡി 25 16 കിടപ്പുണ്ട്. 25/16 ഡി ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 2n - 2n - 2 = 96 ആയാൽ എന്നിൻ്റെ വില എത്ര? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഓപ്ഷനും വളരെ നല്ലതാണ്. നമുക്ക് ആ ചോദ്യം എഴുതാം. ഇത്രയും വശം, ഇത്ര ചോദ്യത്തിന് ഇത്രയും ഭാഗങ്ങൾ മാത്രം. 2n - 2n - 2 = 96. ഇവിടെ നിങ്ങൾ 2n ഉണ്ട്, 2n - ഉണ്ട്. ഇതിലേതാണ്? ഇതാണോ വലുത്, ഇതാണോ വലുത്? ആരാ വലുത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 2n ആണ് വലുത്. അതെങ്ങനെ മനസ്സിലാകുന്നത്? ഇവിടെ n ആണ്, ഇവിടെ n-നേക്കാൾ 2 കുറവാണ്. മനസ്സിലായോ? n-നേക്കാൾ 2 കുറവാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വലിയ ആൾ ഇതാണ്. അപ്പം നമ്മൾ എന്തെന്നറിയാമോ, നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ചെയ്യുന്നത് ഈ വന്നിരിക്കുന്ന വലിയ ആളെ ഈ ചെറിയ ആളുടെ പവറായിട്ട് നമ്മൾ എഴുതണം. അതെങ്ങനെ എഴുതാം? വളരെ വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമാണത്. നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. എന്ത് ചെയ്യണം? ഈ 2n എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. നോക്കിയിരുന്നതാണ് 2n എന്നുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആളെ 2n - 2 ഇൻറ്റു വ്യത്യാസം എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓർത്തിരിക്കാനുള്ള കാര്യം ഇങ്ങനെയാണ്. നമുക്ക് എത്ര വ്യത്യാസമുണ്ട്? n - 2ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 കണ്ടോ? ഇനി സംശയമുള്ളവർ a⁻m × a⁻n എന്ന് വെച്ചാൽ എത്രയാണ്? a⁻m + n എന്നല്ലേ? അപ്പോൾ 2 ആ പവറുകൾ തമ്മിൽ കൂട്ടിക്കുക, n - 2 + 2 എന്ന് വരും. അപ്പം -2 + 2 പോകുമ്പോൾ 2n എന്ന് പഴയ പോലെ കിട്ടും. കേട്ടോ? അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ആളെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾ കൃത്യമായിട്ട് അത് തന്നെയാണ് കിട്ടുന്നത്. അയാളെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ പറയാം. അപ്പോൾ ഈ 2n നമ്മൾ 2n - 2ലേക്ക് ഭാഗിച്ച് ചെയ്ത് 2n - 2 ഇൻറ്റു എത്രയാണ് വ്യത്യാസം അത് കാണിച്ചത്. അതാണ് വ്യത്യാസം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ മൈനസ്, നടുക്കുള്ള മൈനസ് കാണിച്ചിട്ടുണ്ട്. ആ നടുക്കുള്ള മൈനസ് നമ്മളവിടെ കാണിച്ചു. ഈ 2n - 2 നമുക്ക് എങ്ങനെ എഴുതാം? ഏതൊരാളെയും ഇൻറ്റു 1 എന്നിട്ട് കാണിക്കാം. അപ്പോൾ 2n - 2 ഇൻറ്റു 1 അത് നമ്മളൊരു ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. = 96. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് സ്റ്റെപ്പ്. ബാക്കി എല്ലാം എളുപ്പമാണ് ചെയ്യാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പോകാം. കാര്യം ഇനി രണ്ടിലും 2n - 2 കോമൺ ഫാക്ടറാണ്. ഞാൻ അയാളെ പുറത്തെടുത്തു. അപ്പം 2n - 2 കോമൺ ഫാക്ടറാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2n - 2 പുറത്തെടുത്തു. മിച്ചം എത്രയുണ്ട്? 2 അഥവാ 4. 2 എന്ന് വെച്ചാൽ 4 അല്ലേ? ഇത് ഈ മൈനസ് അങ്ങനെ തന്നെ കാണിച്ചു. ഇവിടെയും 2n - 2നെ പുറത്തെടുത്തു. കോമൺ ഫാക്ടർ നമ്മൾ രണ്ടിലും പൊതുവായിട്ടുള്ളതല്ലേ. പിന്നെ ഇവിടെ 1 അല്ലേ മിച്ചമുള്ളൂ. ഇതേ 1 = 96. അടുത്ത സ്റ്റെപ്പിൽ 2n - 2 നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 4 - 1 എത്ര? 3 = 96. ഇനി നമുക്ക് ഇൻറ്റു 3 അപ്പുറത്ത് കൊടുക്കാം. 2n - 2 എത്ര? 96
3. മനസ്സിലായോ? അപ്പോൾ 2n-2 എത്രയായിരിക്കാം? 96 3 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാർഗ്ഗം. 3ഉം 9ഉം കൂടി കിട്ടുമ്പോൾ 3 തവണ 3 9. 6 എത്ര ദിവസം 2 തവണ 32 കിട്ടും. കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ 32നെ ഈ 2ലേക്ക് മാറ്റണം. പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇല്ലെന്ന് പറയണ്ട. നമുക്ക് 32 ഇങ്ങനെ എഴുതിയിട്ട് നമുക്കിതിങ്ങനെ ഫാക്ടർ ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? 2 കൊണ്ട് 16, വീണ്ടും 2 കൊണ്ട് 8, വീണ്ടും 2 കൊണ്ട് 4, വീണ്ടും 2 കൊണ്ട് 2. അപ്പോൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഒരു തവണ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ? ഒരു തവണ, 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുക 2n-2 = 32 എന്നുള്ളത് 2⁵ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയും 2 വന്നു, ഇവിടെയും 2 വന്നു. ബേസ് എലമെൻറ്റ് വെട്ടിക്കളഞ്ഞു. മിച്ചം എത്ര? n-2 = എത്ര കിട്ടി? 5. അപ്പോൾ n എത്രയായിരിക്കും? ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ n = 5 + 2 7. ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ എങ്ങും ആ വിലയില്ല അല്ലേ? അതാണ് ഇവ ഒന്നുമല്ലെന്ന് കിടക്കുന്നുണ്ടോ? ആ ഇവ ഒന്നുമല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. അതായത് പറഞ്ഞത് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ചെയ്യാനുമുണ്ട്. ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഈ 7 എന്നുള്ള വില നമുക്കിത് ഇട്ട് കൊടുത്താൽ അതെന്താ 2⁻7 നമുക്ക് ചെയ്യാം. 2⁻7 7 ആണോ അറിയാൻ വേണ്ടിയിട്ട്. -2⁻2 n-2 എന്ന് പറയുമ്പോൾ 7 - 2 5. 2⁻7 എന്ന് എത്ര? 128 എന്നാണ്. 128 -2⁵ എന്ന് പറയുമ്പോഴത്തേക്ക് 32 ഉണ്ടോ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടുകയും ചെയ്യും. അപ്പം ഇവിടെ 7 എന്ന് പറഞ്ഞ സംഖ്യയിൽ 8 കിടപ്പുണ്ട്, 6 കിടപ്പുണ്ട്, 9 കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഇവയൊന്നുമല്ല എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 7.5യുടെ 5.25 മടങ്ങ് എത്ര? ഇത് നമുക്ക് മടങ്ങെന്ന് പറയുന്നത് ഇപ്പം 3 മടങ്ങെന്ന് വെച്ചാൽ 3 കൊണ്ട് ഗുണിക്കണം, 8 മടങ്ങെന്ന് വെച്ചാൽ 8 കൊണ്ട് അത്രയേ ഉള്ളൂ. ഇപ്പോൾ 7.5 × 5.25 എന്നാണ് ആൻസർ. അപ്പം 7.5 × 5.25 അത്രയുള്ള ആൻസർ. പക്ഷേ ഇവിടെ ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാം കിടക്കുന്ന ദശാംശ രൂപത്തിലാണ്. അപ്പം നിങ്ങൾ ഇയാളെ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇൻറ്റു ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ 7.5 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 7.5 എന്നാണ്. അറിയാമോ നിങ്ങൾക്ക്? 7.5 എന്ന് വെച്ചാൽ 7.5 ഇൻറ്റു 5.25. കാലെന്ന് വെച്ചാൽ എത്ര? 5.25 എന്ന് വെച്ചാൽ ദശാംശ രൂപത്തിൽ 5.25. കാലെന്ന് വെച്ചാൽ 0.25 എന്നാണ്. നമ്മൾ അറിയാവുന്ന 500 ഗ്രാം എന്നൊക്കെ പറഞ്ഞില്ല, അവിടെ നിന്നുള്ള 5 ആണ് എടുക്കുന്നത്. കാക്കിലെന്ന് വെച്ചാൽ 250 ഗ്രാം, അതിനകത്തുള്ള 25 എടുക്കുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് എന്തിന് ഈ ദശാംശമില്ലാത്ത സൈഡിൽ ഇവ തമ്മിലൊന്ന് ഇൻറ്റു ചെയ്യുക. 525 75 കൂടെ 525 × 75 സാധാരണ ഇന്ത്യയിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 39,375 കിട്ടും. സാധാരണ ഇന്ത്യയിൽ അറിയാമല്ലോ, അതുപോലെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്ത് 39,375 കിട്ടും. അതിങ്ങോട്ട് എഴുതുക 39,375. ഇനി ദശാംശം നോക്കുക. ദശാംശം എത്ര ഉണ്ട് ഇവിടെ? ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പോൾ 3 സ്ഥാനം. അപ്പോൾ ഇവിടുന്ന് 3 സ്ഥാനം, 1 2 3. ഇവിടെയാണ് ദശാംശം വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമുക്ക് ദശാംശങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആൻസറായി. നോക്കിയേക്കാം, ദശാംശം ഇട്ട് കൊടുക്കുന്നു. 39.375. ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ അല്ലേ? സി ഓപ്ഷൻ 39.375. ഓക്കെ. അടുത്ത ചോദ്യം, 0.12 / 0.3 × 0.4 / 0.2 × 0.6 / 0.4ൻ്റെ വില എത്രയാണ്? അപ്പോൾ നമുക്ക് ചോദ്യം എഴുതിയിട്ടേക്കാം. ഇത്തരം വശം 0.12 / 0.3 × 0.4 / 0.2 × 0.6 / 0.4. ഇവിടെ നമുക്ക് ഓരോരുത്തരെ സിംപ്ലിഫൈ ചെയ്താലും എങ്ങനെയായാലും മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്താലും ഒന്നും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിലെന്ന് വെച്ചാൽ ഇവിടെ 2 ദശാംശ സ്ഥാനം മുകളിലുണ്ട്, താഴെ എത്രയേ ഉള്ളൂ? 1 സ്ഥാനമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇവിടെ 1 സ്ഥാനം, ഇവിടെയും 1 സ്ഥാനം വന്നിട്ടുണ്ട്, ഇവിടെയും 1 സ്ഥാനം,
ഇവിടെയും ഒരു സ്ഥാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദശാംശ സംഖ്യകളെ ദശാംശം കളയുന്നുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫ്രാക്ഷൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെ ഒരേപോലെ ദശാംശമാണ്. ഒരു ദശാംശം മുകളിലുമുണ്ട് താഴെയുമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ദശാംശം വേണ്ട. അങ്ങനെ മുകളിലും താഴെയും ഈക്വലായിട്ട് ദശാംശം വന്നാൽ പിന്നെ ദശാംശം നമ്മൾ കാണിക്കേണ്ട. ഇതാണ് ദശാംശ സംഖ്യയുടെ നിയമം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ മുകളിൽ 2 സ്ഥാനമുണ്ട്, താഴെ ഒരു സ്ഥാനമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി താഴെ ഒരു 0 ഇട്ട് കൊടുത്തേക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 0ത്തിന് വിലയില്ലാത്തതാണ്, എങ്കിലും ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ ഇപ്പം മുകളിൽ 2 സ്ഥാനം, താഴെയും 2 സ്ഥാനം, ദശാംശം കറക്റ്റായി. ഇവിടെയൊക്കെ കറക്റ്റായി. ഇവിടെ ഒരു സ്ഥാനം, ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം, ഒരു സ്ഥാനം. അങ്ങനെ ദശാംശം എല്ലാമൊക്കെ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദശാംശം കാണിക്കേണ്ട. ദശാംശം ഇല്ലാതെ പറഞ്ഞാൽ മതി, ഡെസിമൽ ഇല്ലാതെ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ 0.12 എന്നുള്ളതിന് ആ ഡെസിമൽ പാർട്ട് കഴിഞ്ഞാൽ 12 എന്നർത്ഥം, 12 എന്നർത്ഥം. 0.30 എന്നാണെങ്കിൽ 30 ഉണ്ടോ? ഡെസിമൽ പോയി കഴിയുമ്പോൾ ആ 0യ്ക്ക് വിലയുണ്ട് അവസാനത്തെ. അപ്പോൾ 30. അടുത്തതിൻ്റെ അകത്ത് ഡെസിമൽ പോകുമ്പോൾ 4, 0.4 എന്നുള്ളതിന് 4 മതി. ബൈ 0.2 ആകുമ്പോൾ ഡെസിമൽ മാറുമ്പോൾ 2 എന്ന് മാത്രം മതി. അതുപോലെ 0.6 പകരം 6, 0.4 പകരം 4. ഇനി നമുക്ക് വെട്ടി കളഞ്ഞാൽ മതി. ആദ്യം തന്നെ ഇവിടെ 2 4 കിടപ്പുണ്ട്. മുകളിൽ ഒരാൾ മുകളിൽ ഒരാൾ താഴെയാണ്. വെട്ടിക്കളഞ്ഞു. 4 വെട്ടിപ്പോയി. 4 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ഈ 2ഉം 6ഉം കൂടെ വെട്ടാം. 2 വെട്ടി. 6ൽ എത്ര ആശമുണ്ട്? 3 ടൈംസ്. ഇനി 3യും 30യും കൂടെ വെട്ടുന്നു. 3യും 30യും കൂടെ. 30ൽ എത്ര ആശമുണ്ട്? 3, 10 തവണ. ഇനി വീണ്ടും വേണമെങ്കിൽ ഈ 12ഉം 10ഉം കൂടെ 2ൻ്റെ ടേബിൾ വെട്ടാം. അത് വെട്ടരുത്, കാരണം നമ്മുടെ ആൻസർ കിടക്കുന്നത് ദശാംശ രൂപത്തിലാണ്. അപ്പോൾ എളുപ്പം ദശാംശമാക്കാൻ നമുക്ക് ആ മിച്ചമുള്ള കൂടെ ഇരിക്കുക 12/10. കാരണം താഴെ ഡിനോമിനേറ്ററിൽ 10 എന്നോ 100 എന്നോ 1000 എന്നൊക്കെ വന്നാൽ നമുക്കറിയാം ദശാംശം പെട്ടെന്ന് കിട്ടും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്ഥാനമായിട്ട് കുത്തിട്ടിച്ചാൽ മതി. അപ്പം 1.2 എന്ന് കിട്ടും. 12 എന്നുള്ളതിന് പകരം 1.2. 12/10 ചെറുതാക്കാഞ്ഞതിൻ്റെ കാര്യം അതാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാർഗ്ഗമാണ് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ഉണ്ടോ? അപ്പം നമുക്ക് ആൻസർ 1.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അത് നമ്മുടെ ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. 1 - 1/2 into 1 - 1/3 into 1 - 1/4 etc. into 1 - 1/20. ഇങ്ങനത്തെ നമ്മൾ കുറേ അധികം സിംപ്ലിഫിക്കേഷൻ മോഡൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സിംപ്ലിഫിക്കേഷനാണ്. ഞാനിതിൻ്റെ ആദ്യം ഒറിജിനൽ പറയും, അതിനുശേഷം അതിൻ്റെ സിമ്പിൾ മെത്തേഡുണ്ട്, ഈസി മെത്തേഡുണ്ട്. രണ്ടും ഒന്ന് നോക്കിക്കൊള്ളു. അപ്പോൾ ആദ്യം ആ ചോദ്യം ഇവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ക്വസ്റ്റിനോട് വരാം. ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നു. 1 - 1/2 into 1 - 1/3 into 1 - 1/4 into 1 - 1/5. ഇത്രയും മാത്രമുള്ളതെന്ന് വിചാരിച്ച് ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റ് എങ്ങനെയത്? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും ഫംഗ്ഷനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എങ്ങനെയാണ്? 2 × 1, അപ്പോൾ 2 എന്ന് വരും. ആ മൈനസ് അങ്ങനെ തന്നെ. പിന്നെ ഇവിടെയുള്ള 1 കാണിക്കണം. കണ്ടോ? അങ്ങനെ ഇൻഡു ചെയ്താൽ പിന്നെ ഡിവൈഡഡ് ബൈ കാണിക്കുമ്പോൾ ആരാ? ഓൾ ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റർ കാണിച്ചേക്കണം. ആ 1നും കൂടെ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. മനസ്സിലായോ? എങ്കിൽ അടുത്തത് അതുപോലെ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കി. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു നോക്കി. ഈ ആളെന്ന് പറഞ്ഞു നോക്കി. 3 × 1 3. അവിടുത്തെ മൈനസ് കാണിച്ചു, ഇവിടെയുള്ള 1 കാണിച്ചു, ഡിവൈഡഡ് ബൈ ആ 3 തന്നെ. അതുപോലെ അടുത്ത് പറഞ്ഞു. ഇനി മനസ്സിലായല്ലോ? അടുത്ത അതുപോലെ ഒന്ന് പറഞ്ഞേക്ക്. 4 × 1 4 മൈനസ് അവിടെയുള്ള 1 കാണിച്ചു, ഓൾ ഡിവൈഡഡ് ബൈ 4 കാണിച്ചു. അടുത്ത പറഞ്ഞേക്ക്. 5 × 1 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു. ഇനി പറഞ്ഞേ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഈ 2 - 1 എത്രയാ? 1. താഴെ ഒരു 2. അപ്പോൾ ആദ്യത്തെ ആൾ 1/2. ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റു എന്നാണ്. അതുപോലെ ഇവിടെ 3 - 1 എത്ര? 2. താഴെ ഒരു 3 ഉണ്ട്. അപ്പോൾ 2/3. വീണ്ടും ഇൻറ്റു 4 - 1 3 ആണ്. 3/4 ഇൻറ്റു 5 - 1 എത്ര? 4 4/5 ആണ്. ഇനി നമുക്കിത് വെട്ടിക്കളയാം. വെട്ടിക്കളയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഒരാൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഒരാൾ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നു, അതേ ആൾ തന്നെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നു. കണ്ടോ?
ഇതിൻ്റെ ഈ സെക്ഷൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഈ സെക്ഷൻ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ആദ്യം വന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ തൊട്ടടുത്ത് ന്യൂമറേറ്റർ ആവും ഉണ്ട്, പിന്നെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണത് വന്നിരുന്നത്. അപ്പം നമുക്കിത് വെട്ടിക്കളയാം. എങ്ങനെ വെട്ടത്? 2 വെട്ടി 3 വെട്ടാം, 3 വെട്ടിയിട്ടുണ്ട്. 4ഉം വെട്ടാം. ഫൈനൽ ആൻസർ എത്ര? ഇവിടെ ഒരു 1ഉം വരാം, ഇവിടെ ഒരു 5ഉം വരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മൾ ഒറിജിനലായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതിനെ. നമുക്ക് ഇയാളുടെ ഷോർട്ട് മെത്തേഡിലേക്ക് വരാം. ആ ചോദ്യം തന്നെ ഒന്ന് പറയുന്നത് 1 - 1/2, 1 - 1/3, 1 - 1/4, 1 - 1/5 ഈക്വൽ ടു. നമുക്കിവിടെ കിട്ടുന്നത് ആൻസർ ഒരു ഫ്രാക്ഷൻ ഫോം ആയിരിക്കും. ആ ഫ്രാക്ഷൻ ഫോമിന് ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. ആദ്യം നമുക്ക് ന്യൂമറേറ്റർ പറയാം. ന്യൂമറേറ്റർ ആണ് പറയാൻ ഉള്ളത്, ഡിനോമിനേറ്റർ പറയാനൊന്നുമില്ല. ന്യൂമറേറ്റർ രണ്ടെടുത്ത് പറയാം. ഒന്നെങ്കിൽ ആദ്യത്തെ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഇതിന് മുമ്പ് ഇത് 1 വേർഡ് ആക്കുന്നെങ്കിൽ ഒരു നിയമമുണ്ട്. എപ്പോഴും ഇവിടെ 1 മൈനസ് കണ്ടോ, 1 മൈനസ് എന്നുള്ള ഒരു പാക്കേജ് ആയിരിക്കണം. രണ്ടാമത് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ വന്നിരിക്കുന്ന ആൾ ഓർഡറിലായിരിക്കണം. ഇവിടെ 1/2, അടുത്തത് 1/3, 1/4, 1/4. ഇത്രയും കാര്യം കറക്റ്റ് ആണെങ്കിൽ ഈ 1 വേർഡ് ചെക്ക് ചെയ്യാവൂ. ഇല്ലെങ്കിൽ വെറുതെ കയറി 1 വേർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൃത്യമായിട്ടെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ആൻസർ ഞാൻ പറഞ്ഞൊരു ഫ്രാക്ഷൻ ഫോം ആയിരിക്കും. ഒരു ഫ്രാക്ഷൻ ഫോമുള്ള ആൻസർ ആയിരിക്കും 7/3 എന്നോ 2/3 അങ്ങനെയൊക്കെയുള്ള ഫ്രാക്ഷൻ ഫോം ആയിരിക്കും. അതിനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ന്യൂമറേറ്റർ രണ്ട് എഴുതി പറയാം. ഒറിജിനലായിട്ട് പറഞ്ഞ എങ്ങനെയാണ്? 2 × 1, 2 - 1. ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 2 ആയി. അവിടെ നിന്ന് ഈ 2 × 2 - 1 ഉണ്ടോ? അവിടെ കിട്ടുന്ന ന്യൂമറേറ്റർ എന്താണ്? അവിടെ 1 എന്നാണ് കിട്ടുന്നത്. അത് തന്നെ വേറെ എടുത്തിട്ടും പറയാം. ഈ ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഈ വന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിഫറൻസ് 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ മതി. അതായാലും മതി. ആ കിട്ടുന്ന സംഖ്യ ആയിരിക്കണം നമ്മുടെ ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററാണ് നമ്മുടെ ആൻസർ. ഉണ്ടോ? അത്ര എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ആൻസർ പറയാം. കാര്യം മിച്ചമുള്ളതെല്ലാം വെട്ടി പോകും, കണ്ടിന്യൂസ് ആയിട്ട് വെട്ടിപ്പോകും. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്തെന്ന് പറഞ്ഞു നോക്കാം. 1 - 1/7, 1 - 1/8, 1 - 1/9 ഇത്രയും മാത്രം വന്നിരിക്കുന്നു. എങ്ങനെ നമുക്ക് അതിനെ സിമ്പിൾ ചെയ്യാം? പറഞ്ഞേ. ഈക്വൽ ടു ആദ്യം ന്യൂമറേറ്റർ പറ. എങ്ങനെ പഠിപ്പിച്ചു തന്നെങ്കിൽ 7 × 1 7 - 1 6 എന്ന് പറയാം. അതിനേക്കാൾ എളുപ്പത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ മതി. 7ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 6. അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഡിനോമിനേറ്റർ. ഇപ്പോൾ ന്യൂമറേറ്റർ 6/9 കിട്ടിയോ? ഈക്വൽ ടു ഈ 6നെ 9നെ 3നെ ടേബിൾ വിട്ടാലോ? 6ൽ എത്ര ആശമുണ്ട്? 3 2 തവണ. 9ൽ എത്ര ആശമുണ്ട്? 3 തവണ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തൊക്കെ വേണം എഴുതാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. 1 - 1/4, 1 - 1/5, 1 - 1/6 എക്സെട്ര 1 - 1/50. നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. നമുക്ക് എങ്ങനെ പറയും? ഈക്വൽ ആദ്യം പറയാം. എങ്ങനെ പറയും? ന്യൂമറേറ്റർ എങ്ങനെ പറയും? 4 - 1. ഈ 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ് ആദ്യം കാണിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഈ 15 കാണിച്ചേക്കണം. 3/50 എന്നാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തോട്ട് വന്നാൽ വലിയ കുഴപ്പമുണ്ടാകില്ല. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞേ ഇതാണല്ലോ നമ്മുടെ ചോദ്യം. 1 - 1/2, 1 - 1/3, 1 - 1/4 എക്സെട്ര 1 - 1/20. നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് ഓർഡറിലാണ്. 1 - 1 ഉണ്ട്, 1/2, 1/3, 1/4 എക്സെട്ര 1/20 വരെ ഉണ്ട്. അപ്പം നമുക്കെങ്ങനെ പറയാം? ആദ്യം ഇയാൾ വെച്ചിട്ട് പറ. 2 - 1 ആൻസർ 1 എന്ന് മുകളിൽ വരും. ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന 20 1/20 എന്ന് പറയും. മനസ്സിലായോ? ഞാനിതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ പറയാനുള്ള കാര്യം, ഈ 1 - 1/2 എന്ന് തന്നെ തുടങ്ങിയില്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെ പറയും, ലാസ്റ്റത്തെ എടുത്തിട്ട് 1 വേർഡ് എടുത്തു എന്ന് പറയും. ഞാൻ അങ്ങനെ പറയാത്ത കാര്യം, നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അങ്ങനെ കിട്ടത്തില്ല. ചിലതിനകത്ത് നമുക്ക് 6/9 എന്നൊക്കെ കിട്ടി, 3/2, 2/3 എന്നൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ചില ആളുകൾ ഇത് പറയുന്നത് കേട്ടു. എങ്ങനെയാണ്? നമുക്കിത് എളുപ്പമാണോ ഈ 1/20? അതെപ്പോഴാണ്? ഈ ഫസ്റ്റ് ടേമിൽ തുടങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ. ഈ 1 - 1/2 എന്ന് തുടങ്ങിയാൽ മാത്രമേ, ഇപ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നതെങ്കിൽ ഈ ആൻസർ കിട്ടത്തില്ല. 1 - 1/4, 1 - 1/5 എന്ന് തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള 1 വേർഡ് കിട്ടത്തില്ല. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടി ചേർത്തുള്ള 1 വേർഡാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്ങനെ? ഫസ്റ്റ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ? ആദ്യം വന്നിരിക്കുന്ന നമ്മുടെ ഈ 1 വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഫ്രാക്ഷൻ്റെ
ഡിഫറൻസ് 2 - 1. പിന്നെ ഡിനോമിനേറ്റർ 20 വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആ 20 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്രാക്ഷൻ്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ആളുടെ ആ ഡിനോമിനേറ്റർ. അതാണ് നമുക്ക് ആൻസർ. അപ്പോൾ 1/20 എന്ന ആൻസർ വന്നിരിക്കുന്നു. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ബി ഓപ്ഷനിൽ കിടപ്പുണ്ട് 1/20. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 30 2/5 പ്ലസ് 23 3/10 പ്ലസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇസിക്കൽ 2√2 ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കാര്യം ഒന്ന് പഠിപ്പിച്ചേക്കട്ടെ. ഇപ്പം നമ്മൾ x² ഇസിക്കൽ 25 വിചാരിക്കുക. അപ്പോൾ എക്സ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 25 എന്നാണ് അല്ലേ? ആ റൂട്ട് ഓഫ് 25 5 നമ്മൾ പറയുക. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം, ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അപ്പം തിരിച്ചുകൂടെ പറയണം. അതാണ് നമുക്ക് തിരിച്ചുകൂടെ നമ്മൾ അറിയണം. തിരിച്ചെങ്ങനെയാണ്? റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെയായിട്ട് മാറും? റൂട്ട്. അപ്പോൾ ഈ റൂട്ട് ആണ് ഇവിടെ കിടക്കുന്നത്. ഈ റൂട്ടിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? സ്ക്വയർ ആയിട്ട് മാറും. ആ ഒരു ചെറിയൊരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു, സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട്, അപ്പോൾ തിരിച്ച് റൂട്ട് ഇപ്പുറത്ത് വന്നാൽ സ്ക്വയർ. ഇത് കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരുന്നു. നമ്മുടെ ചോദ്യം നമ്മൾ വായിച്ചതാണ്. ആ ചോദ്യത്തിനകത്തുള്ള നമുക്ക് ചെയ്യേണ്ട പോർഷൻ ഇത്രയുമാണ്. അത് മുഴുവനായിട്ട് എഴുതിയിടണം. അതങ്ങനെ തന്നെ എഴുതിയിട്ടു ഈക്വൽ ടു 2√2². ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 2 ഫ്രാക്ഷനെ ഞാൻ പ്ലസ് ചെയ്യാൻ, ഫ്രാക്ഷൻ പ്ലസ് മിക്സഡ് ഫ്രാക്ഷനെ പ്ലസ് ചെയ്യാൻ. എന്താ എളുപ്പമാർഗം എന്നറിയാലോ? നിങ്ങൾ അവിടെയുള്ള ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ 30 23 അല്ലേ, 30 23 മാത്രം പ്ലസ് ചെയ്യുക. എത്ര കിട്ടി? ആ റൂട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. 53 എന്ന് വരും 30 23 പ്ലസ് ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഇനി എന്താണ് മിച്ചമുള്ള ഈ ഫ്രാക്ഷനെ ബ്രാക്കറ്റ് കാണിക്കുക. 2/5 3/10 ബ്രാക്കറ്റ് കാണിക്കുക. ഒരു ബ്രാക്കറ്റ് കാണിച്ചിട്ട് 2/5 പ്ലസ് 3/10. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അങ്ങനെ തന്നെ കാണിച്ചേക്കുക. ഈക്വൽ ടു ഇവിടെ 2√2² എന്നാണ്. ഈ 2√2² എങ്ങനെ കണ്ടുപിടിക്കുക? 2 സ്ക്വയർ പറയണം. 2 സ്ക്വയർ എത്രയാ? 4 എന്ന് വരും. ഇൻറ്റു √2 സ്ക്വയർ പറയണം. √2 സ്ക്വയർ പറയണം. √2 സ്ക്വയർ എത്ര? 2 എന്ന് പറയും. അങ്ങനെ 4 2s are 8 എന്നാണ് അവിടെ വരുന്നത്. കിട്ടിയോ? അവിടെ 8 വന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ 2 സ്ക്വയർ, 2 സ്ക്വയർ വേണം, √2 സ്ക്വയർ വേണം. അത്ര എടുക്കുമ്പോഴാണത് 8 ആയിട്ട് മാറുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 53 ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇവ തമ്മിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനൊരു ചെറിയ എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഇവിടെ 10 കിടക്കുന്നത്. ഇവിടെയും 10 ആക്കാനായിട്ട് എന്ത് ചെയ്യും? ഒരു 2 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ പോരെ? ആ 2 കൊണ്ട് മുകളിലും ഗുണിച്ചാൽ ഡിനോമിനേറ്റർ ഈക്വലായിട്ട് കിട്ടില്ലേ? പെട്ടെന്ന് ചെയ്യാം. കണ്ടോ? അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഈ 2 × 2 എത്രയാണ്? 3/10 അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇനി അവിടെ അപ്പുറത്തുള്ളത് 2 × 2 4, താഴെ 5 × 2 10. മനസ്സിലായോ? മുകളിലും താഴെയും നമ്മൾ എത്ര വെച്ച് ഇൻറ്റു ചെയ്തു? 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഈക്വൽ ആക്കി. സിംപ്ലിഫിക്കേഷൻ്റെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു കാര്യം കൂടെ ചെയ്തു. ഈ റൂട്ടിനെ ഞാൻ അപ്പുറത്ത് കൊടുത്തു. അപ്പോൾ റൂട്ടിന് അപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറണം? റൂട്ടിനപ്പുറത്ത് കൊടുക്കുമ്പോൾ അവിടെ 8 കിടപ്പുണ്ട്. ഈ റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വയർ ഇപ്പുറത്ത് വന്നാൽ റൂട്ട് അപ്പുറത്ത് പോയാൽ സ്ക്വയർ. മനസ്സിലായോ? ഇനി നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാം. ഇനി 53 അങ്ങനെ തന്നെ. കണ്ടോ? ഇനി ഇവർ തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക? 2 സ്ഥലത്തും കോമൺ ആയിട്ട് 10 ഉണ്ട്. കണ്ടോ? 2 സ്ഥലത്തും 10 കോമൺ. അപ്പോൾ 10 എന്ന് താഴെ കാണിക്കണം. ഇനിയോ മുകളിലുള്ള ആളെ കൂട്ടുക. മുകളിൽ ആരൊക്കെയാണ്? 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 7 എന്ന് വരും. പ്ലസ് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇസിക്കൽ 8 സ്ക്വയർ ആണല്ലേ. ഇസിക്കൽ ഇവിടെ 8 സ്ക്വയർ എത്രയാണ്? 8 സ്ക്വയർ 64. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ അപ്പുറത്തുള്ള 64 അവിടെ കാണിക്കണം. ഈ പ്ലസ്സിനെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് വരും. ഇതെങ്ങനെ എളുപ്പത്തിൽ കുറക്കുക എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. എളുപ്പമാർഗ്ഗം ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കുക എളുപ്പമാർഗ്ഗം ഇത്രയാണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതാണ്. ഈ ഡിനോമിനേറ്റർ ആരാ? 10 നമ്മൾ അവിടെ തന്നെ കാണിച്ചു. ഇനി 10 കഴിഞ്ഞു. നമുക്ക് ആ 10ഉം ആ മുകളിലുള്ള 7ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10ഉം 7. ഈ 10ഉം 7ഉം തമ്മിൽ വ്യത്യാസം എത്ര? 3. അതാണ് നമ്മൾ മുകളിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രാക്ഷൻ കിട്ടിയേ. ഇനിയാണ് ഒരു വലിയ കാര്യം.
ഇതിൻ്റെ ഒറിജിനൽ കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഈ 64ൻ്റെ അകത്ത് 53 കുറക്കുക. അപ്പോൾ 11 കിട്ടും. ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു 1 കൂടെ അങ്ങ് കുറച്ച് വെക്കുക. അപ്പോൾ 10 കിട്ടും. മനസ്സിലായോ? എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ കൺവേർട്ട് ചെയ്ത് സാധാരണ ഫ്രാക്ഷൻ ആക്കിയ ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ മിക്സഡ് ആക്കി ചെയ്താൽ മതി. ഇതൊക്കെ കോമ്പറ്റേറ്റീവ് മാത്സിനൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ്റെ ലോജിക്ക് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പറയാത്തത്. അപ്പോൾ ആൻസർ 10/3/10 എന്നാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ A ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. 10/3/10 കിടപ്പുണ്ട്. ഓക്കെ.